Hi all, Darshana Academy ReNEET X-Ray 2026 Biology Chapter Wise Analysis. ഓക്കെ, ഏത് ചാപ്റ്ററാണ് അനലൈസ് ചെയ്യുന്നത്? ഓക്കെ, അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അനിമൽ കിങ്ഡത്തിൽ നിന്നും ഈ റീനീറ്റിന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ ലാസ്റ്റ് നീറ്റിൽ എന്താണ് 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ അനിമൽ കിങ്ഡത്തിൽ നിന്ന് ചോദിച്ചിരുന്നത്. ഈ റീനീറ്റിന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, given below are 2 statements. Statement 1, the class name Reptilia refers to creeping or crawling mode of locomotion. Statement 2, all organisms belonging to Reptilia have 3-chambered heart. In the light of the above statement, choose the most appropriate answer ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റുകൾക്കകത്ത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി എന്നുള്ളതായിരുന്നു ചോദ്യം. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ദ ക്ലാസ് നെയിം റെപ്റ്റീലിയ റെഫേഴ്സ് ടു ക്രീപ്പിംഗ് ആൻഡ് ക്രൗളിംഗ് മോഡ് ഓഫ് ലൊക്കോമോഷൻ. നമുക്കറിയാം റെപ്റ്റൈൽസ് അല്ലേ, റെപ്റ്റൈൽസ് അതിൻ്റെ ആ പേര് തന്നെ റെപ്റ്റീലിയ എന്ന് പറഞ്ഞ പേര് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്, റെപ്റ്റം എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. സോ അതിൻ്റെ മീനിങ് തന്നെ എന്താണ്? ടു ക്രീപ്പ് ഓർ ടു ക്രൗൾ എന്നാണ്. സോ വിതൗട്ട് ഒരു സംശയവും വേണ്ട, ആ ക്രീപ്പിംഗ് ആൻഡ് ക്രൗളിംഗ് സ്റ്റൈൽ ഓഫ് ലൊക്കോമോഷനാണ് റെപ്റ്റൈൽസ് എക്സിബിറ്റ് ചെയ്യാറ്. സോ അതുകൊണ്ട് ഫസ്റ്റ് സെൻറ്റൻസ് കറക്റ്റാണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, all organisms belonging to Reptilia have 3-chambered. Okay, നമുക്കറിയാം majority of reptiles are 3-chambered heart അല്ലേ, 3-chambered ആണ്. ആൻഡ് വിത്ത് ഇൻകംപ്ലീറ്റ് ventricular septum അല്ലെങ്കിൽ 3-chambered ആണ്. ആൻഡ് ദർ ഈസ് ആൻ എക്സെപ്ഷൻ, അതായത് ക്രൊക്കഡൈൽ 4-chambered ഹാർട്ടാണ് ക്രൊക്കഡൈലിനുള്ളത്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. അപ്പം നമുക്ക് ആൻസർ ഏതാണ്? ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് എന്താണ്? ഇൻകറക്റ്റ് എന്നുള്ള 4th ഓപ്ഷനിലേക്ക് നമ്മൾ വന്ന് നിൽക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 91. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 91 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ 4. ദെൻ നെക്സ്റ്റ് മൂവ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ 109 ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോഡേറ്റ്? കോഡേറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ് എന്നായിരുന്നു ഇതിനകത്ത് ചോദ്യം. നോക്കാം. നമുക്കറിയാം ഓൾ കോഡേറ്റ്സ് പോസസ് 4 പ്രധാനപ്പെട്ട കീ ഫീച്ചേഴ്സ് ഉണ്ടാവും കോഡേറ്റ്സിന്. നമുക്കറിയാം ഒന്നാമത്തേനെ കോഡേറ്റ്സ് എന്ന് വിളിക്കാനുള്ള നോട്ടോകോഡിൻ്റെ പ്രസൻസ്. ഓക്കെ, 1. 2, ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ടായിരിക്കണം. ദെൻ ഫാരൻജിയൽ ഗിൽ സ്ലിറ്റ്സ് ആൻഡ് പോസ്റ്റ് ഏനൽ ടെയിൽ. സോ ഈ 4 ഫീച്ചേഴ്സ് കോഡേറ്റ്സിന് ഉണ്ടാവണം അല്ലേ. സോ അതിനെയാണ് കോഡേറ്റ്സ് വിളിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി നമ്മുടെ ഈ ഓപ്ഷൻസ് അടുത്ത് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോഡേറ്റ്സ് എന്നായിരുന്നു. അപ്പം പ്രസൻസ് ഓഫ് പോസ്റ്റ് ഏനൽ പാർട്ട് ഓർ ടെയിൽ എന്ന് പറയുന്നത് ശരിയാണല്ലേ, അത് കോഡേറ്റ്സിനുണ്ടാവും. ദെൻ പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, സോ അതും എന്താണ് നമ്മുടെ കോഡേറ്റ്സിലുള്ള ഫീച്ചേഴ്സ് ആണ്. ദെൻ സെൻട്രൽ നെർവ് സിസ്റ്റം ഈസ് ഡോസൽ, നമ്മളിവിടെ സൂചിപ്പിച്ചു നെർസൽ ഹോളോ നെർവ് കോഡ്. സോ അതും നമ്മുടെ കോഡേറ്റ്സിനുണ്ടാവും. സോ അതുപോലെ തന്നെ 4th ഓപ്ഷൻ എന്ന് പറയുന്ന ആബ്സെൻസ് ഓഫ് ഗിൽസ് ആണ്. പക്ഷേ ഇതൊരു ഫണ്ടമെൻ്റൽ ഫീച്ചറാണ്, അല്ലെങ്കിൽ ഫാരൻജിയൽ ഗിൽസ് ഓർ ഗിൽ സ്ലിറ്റ്സിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് കോഡേറ്റ്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ എന്താണ് ഫീച്ചറാണ്. സോ അതുകൊണ്ട് 4th ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. സോ അപ്പം 109 ക്വസ്റ്റിൻ്റെ ആൻസർ ആബ്സെൻസ് ഓഫ് ഗിൽസ് അല്ലെങ്കിൽ 4th ഓപ്ഷനാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 133. സോ നമുക്ക് നോക്കാം. ഗിവൺ ബിലോ ആ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇവിടെയും 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 ആണോ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണോ കറക്റ്റ് എന്നാണ് നമ്മുടെ ചോദ്യം. നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 ഒന്ന് നോക്കാം. വെൻ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദി ബോഡി ഡിവൈഡ്സ് ദ ഓർഗാനിസം ഇൻടു 2 ഐഡന്റിക്കൽ ഹാഫ്, ഇറ്റ് ഈസ് കോൾഡ് എ റേഡിയൽ സിമെട്രി. നമുക്കറിയാം സിമെട്രി അറിയാം, ഡിഫറെൻറ്റ് ടൈപ്പ് സിമെട്രി ഉണ്ട്. സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി, റേഡിയൽ സിമെട്രി ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറഞ്ഞാൽ റേഡിയൽ സിമെട്രി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. എനി പ്ലെയിൻ അല്ലെങ്കിൽ എന്താ പറയുക, പാസിംഗ് ത്രൂ സെൻട്രൽ ആക്സിസിൽ കൂടി കടന്നു പോകുന്ന ഏത് പ്ലെയിനിൽ കൂടി മുറിച്ചാലും 2 ഈക്വൽ ഹാഫുകൾ കിട്ടുന്നു എന്നുള്ളതാണ് റേഡിയൽ സിമെട്രി. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2, ഇൻ ഫൈലം എക്കിനോഡാമേറ്റ ബോത്ത് അഡൽട്ട് ആൻഡ് ലാർവ ആർ റേഡിയലി സിമെട്രിക്കൽ.
സോ അതിനകത്തൊരു പ്രശ്നമുണ്ട്. നമുക്കറിയാം അഡൽട്ട് എക്കിനോഡേംസ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയൽ സിമെട്രിയാണ്. പക്ഷേ അതിൻ്റെ ലാർവൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താണ്? അത് ബൈലാറ്ററൽ സിമെട്രിയാണ്. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഓൺലി എ സിംഗിൾ പ്ലെയിൻ അല്ലെ ഡിവൈഡ്സ് ദ ഓർഗാനിസം ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്. ഒരു എന്താണ് പ്ലെയിനിൽ കൂടെ ഒരു സിംഗിൾ പ്ലെയിനിൽ കൂടെ മുറിച്ചാൽ മാത്രമേ 2 ഈക്വൽ ഹാഫുകൾ നമുക്ക് കിട്ടുകയുള്ളൂ. സോ അങ്ങനത്തെ അല്ലെങ്കിൽ ലാർവയ്ക്കകത്ത് അല്ലെങ്കിൽ എക്കിനോഡേംസിൻ്റെ ലാർവയിൽ എന്താണ്? ബൈലാറ്ററൽ സിമെട്രി ആണുള്ളത്. അപ്പം ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരും ഫോർത്ത് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ അങ്ങനെ അനിമൽ കിങ്ഡത്തിൽ നിന്നും 3 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 3 ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് നമ്മൾ മറ്റൊരു ചാപ്റ്ററുമായി കാണാം. ഓക്കെ, താങ്ക് യു.